ശ്രീ ജയചന്ദ്രൻ, ഇപ്പോഴത്തെ ഈ ആക്രമണം നേരത്തെ തന്നെ താങ്കൾ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചതുപോലെ മുമ്പുള്ള ആക്രമണം ഇല്ലാതാകുന്നത് ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഇടപെടലിലാണ്. അത് സുപ്രധാനമാണ്. പക്ഷേ USSRൻ്റെ അഭാവത്തിൽ ഈ റഷ്യയ്ക്കും അല്ലെങ്കിൽ ചൈനയ്ക്കുമൊക്കെ ഇടപെടുന്നതിന് പലതരത്തിലുള്ള സാങ്കേതികമായ തടസ്സങ്ങളുമുണ്ട്, വ്യാപാര സംബന്ധിയായി പോലും. പക്ഷേ എന്നിട്ടും ഇപ്പോൾ വീണ്ടും മാസങ്ങൾക്ക് ശേഷം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇറാന് മേൽ ആക്രമണം ഉണ്ടാകുന്നു, ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നു, ആ മേഖലയിലാകെ സംഘർഷമുണ്ട്. ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് വിഭവങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കയുടെ കണ്ണും താല്പര്യവുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന്. ജയചന്ദ്രൻ, അതെ ആ വിഭവങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു താല്പര്യം എന്നുള്ളത് പ്രധാനമാണ്. അതങ്ങനെ പറയാൻ കാര്യം, പിന്നെ 2023 നമ്മളാണല്ലോ ആതിഥ്യം വഹിച്ചത് G20ക്ക്. അന്ന് ഒരു പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയത് പലരും ശ്രദ്ധപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഗോതമാഷ് അതും അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കണം പറഞ്ഞിരിക്കുന്നത്. ഈ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു സംഗതി അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യ, മധ്യേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നാണ് അതിന്റെ പൂർണ്ണ തോതിലുള്ള പേര്. അപ്പൊ ആ പദ്ധതി വഴി പിന്നെ ഇന്ത്യയും UAEയും ഇസ്രായേലും യൂറോപ്പും ജോർദാനും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ വ്യാപാര ശൃംഖലയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അത് അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരുപക്ഷെ ഗോവിന്ദമാഷ് അതോടെ മനസ്സിൽ വെച്ചായിരിക്കാം പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ ഈ സൈനിക നീക്കം എന്ന് പറയുന്നത്, യുദ്ധസമാനമായ നീക്കം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും പിന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ വർഷം 2025 ജൂണിലാണ് 12 ദിവസം യുദ്ധസമാനമായ മറ്റു സൈനിക നീക്കം ഇതേ US-ഉം ഇതേ ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയത്. ലോകം മുഴുവൻ കണ്ടു നിന്നതാണല്ലോ. അപ്പോ പിന്നെ റഷ്യ USSR ഇല്ലാതായതുകൊണ്ട് റഷ്യ സൈനിക ശക്തിയിൽ മോശമാണെന്ന് ആരും കരുതേണ്ടതില്ല. ഇപ്പോഴും ലോകത്തെ മൂന്നാമത്തെ വലിയ സൈനിക ശക്തിയായിട്ട് തന്നെയാണ് റഷ്യ നിലകൊള്ളുന്നത്. അതൊന്നും ആർക്കും ഒരു തീർച്ചയായും ജയചന്ദ്രൻ, ഈ അർത്ഥത്തിലേക്ക് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചൈനയുടെയും റഷ്യയുടെയും ശക്തി അറിയാം, ശരിയാണ്. പക്ഷേ ചൈനയും റഷ്യയും ഒക്കെ ഇടപെട്ട് കഴിഞ്ഞ യുദ്ധം ഇല്ലാതാകുന്നു. അല്ലെങ്കിൽ ഖത്തറിലേക്ക്, അമേരിക്കൻ ബേസിലേക്ക് ഇറാൻ ആക്രമിക്കുന്നതിലേക്ക് വരെ മുതിർന്ന യുദ്ധരീതിയായിരുന്നു, അത് ഇല്ലാതാകുന്നു. ഇപ്പോൾ വീണ്ടും അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിലേക്കായിരിക്കും അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്നത്? അതാണ് പ്രധാനം. ജയചന്ദ്രൻ, അതാണ് പ്രധാനം. കാരണം ഈ മാസം ഇന്നിപ്പോ ഈ മാസം 28 ആയിട്ടുള്ളൂ. ഈ മാസത്തില് പിന്നെ 25ഉം 26ഉം തീയതികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലായിരുന്നു. ഇസ്രായേൽ പാർലമെന്റ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. പിന്നെ നിശ്ചയമായും ഈ ഇപ്പോ തുടങ്ങി വെച്ചിട്ടുള്ള സൈനിക നീക്കം, യുദ്ധസമാനമായ സൈനിക നീക്കം മോദി അറിയാതെ നടക്കില്ല എന്നുള്ളത് 100 അല്ല 150% ഉറപ്പുള്ള കാര്യമാണ്. യാതൊരു സംശയവും വേണ്ട. അപ്പോ പിന്നെ ഇന്ത്യയെ കൂടുതൽ ചേർത്ത് നിർത്തണം എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യം വളഞ്ഞ വഴിയിൽ കൂടെ ഇസ്രായേലിനെ കൊണ്ട് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ മോദിക്ക് അവസരം കൊടുത്തതിലൂടെ അത് പുതിയ എന്തൊക്കെയോ. മാത്രമല്ല, ശ്രീ ജയചന്ദ്രൻ നിരീക്ഷിച്ചതുപോലെ ഒരു സ്വഭാവം രൂപപ്പെടുന്നു. അത് നിരീക്ഷിക്കാവുന്നത് ഈ ചൈന അനുകൂല എക്സ് പോസ്റ്റുകളിലൊക്കെ ഇറാനിൻ്റെ സിവിലിയൻസിനെ, ഇറാനിലെ സാധാരണക്കാരെ ആക്രമിക്കുന്നു അമേരിക്ക, ഇസ്രായേൽ എന്ന രീതിയിലുള്ള ചിത്രങ്ങളും പോസ്റ്റുകളും ഒക്കെ എത്തുന്നുണ്ട്. അത് ആ അർത്ഥത്തിൽ തന്നെ നീങ്ങാവുന്നതാണ്. കാരണം ഇത് ഇവിടെ നിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് യുദ്ധം തുടർന്നാൽ പോകാവുന്ന രീതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമുണ്ട്. 24 പേർ കൊല്ലപ്പെട്ടു. ഇറാനിലെ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു, 60 പേർക്ക് പരിക്ക്. കാംനായുടെ കൊട്ടാരം തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇറാനിലെ സ്കൂളിൽ നടന്ന ആക്രമണത്തിലാകാം 24 പേർ കൊല്ലപ്പെട്ടത്. ജയചന്ദ്രൻ, തുടരാം. ഇതിങ്ങനെ വാർ റിപ്പോർട്ടിംഗ് എന്നതുപോലെ ഈ സൈനിക നീക്കം റിപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത് ബന്ധപ്പെട്ട എല്ലാവരും ആലോചിക്കൂ. ഞാൻ പറയുന്ന അതല്ല. പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായ യുദ്ധത്തിൽ ആദ്യം ഒന്നും പ്രതികരിക്കാതിരുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. 12 ദിവസത്തെ യുദ്ധത്തിൽ അവസാനം റഷ്യയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും ഒക്കെ നിർബന്ധങ്ങൾ വന്നു. അങ്ങനെ